അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഫാമിലി വീക്ക് ഇന്നു മുതൽ സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അപ്പൊ ആദ്യം വന്ന ഷാനവാസിന്റെയും അനീഷിന്റെയും അതുപോലെ തന്നെ ബിന്നിയുടെയും ഫാമിലിയാണ്. ബിന്നിയുടെ ഫാമിലിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നൂബിനാണ് വന്നത്. മാത്രമല്ല നൂബിന് ഒരാഴ്ച വീട്ടിൽ താമസിക്കാം. അത് നോറയ്ക്ക് കിട്ടിയ പവറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബിന്നിയുടെ നൂബിന് വീട്ടിൽ താമസിക്കാനുള്ള പവർ കിട്ടുന്നത്. അത് മാത്രമല്ല നോമിനേഷൻസ് നടന്നിട്ടുണ്ട്. അത് മാത്രമല്ല അതിനു മുമ്പായിട്ട് രാവിലെ തന്നെ കിച്ചണിൽ ഒരു വമ്പൻ അടി ഇന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത് നമുക്ക് റിവ്യൂ ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. പിന്നെ അത് മാത്രമല്ല ഞാൻ കുറച്ച് ഷോർട്സും എന്റെ മുന്നത്തെ റിവ്യൂസ് എല്ലാം ഞാൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് കാണുക, വീഡിയോസ് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. അപ്പം നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ കിച്ചണിലെ അടി എടുക്കാം. കിച്ചണിൽ ഉണ്ടായത് ഒരു വമ്പൻ അടി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് ബിന്നിയുടെ ഭാഗത്തുനിന്നുണ്ടായ മിസ്റ്റേക്ക് ആണ്, കിച്ചൺ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീൻ ചെയ്ത് ഇടേണ്ടത് ഇവരുടെ ഉത്തരവാദിത്വമാണ്, കിച്ചൺ ടീമിന്റെ ഉത്തരവാദിത്വമാണ് കിച്ചൺ ക്ലീൻ ചെയ്ത് ഇടേണ്ടത്. പക്ഷെ ഇവരത് ചെയ്തില്ലെന്ന് മാത്രമല്ല അനീഷ് അത് വന്ന് ചെയ്തു. അനീഷ് ഇടപെട്ടാ പിന്നെ അറിയാലോ, അനീഷ് അതൊരു വമ്പൻ ആഗോള സംഭവമാക്കിയിട്ട് അനീഷ് അടങ്ങുള്ളൂ. അപ്പൊ അനീഷ് അവിടെ ഒരു വമ്പൻ സംഭവമാക്കാണ്, അവിടെ ഒരു വമ്പൻ അടി പൊട്ടുകയാണ്. ഈ അടി ഉണ്ടാവുന്നത് അനീഷും ബിന്നിയും തമ്മിലാണ്. ഇവിടെ അനീഷ് പറയുന്നുണ്ട് ഇത് എത്രയും ക്ലീൻ ചെയ്തിട്ടിട്ടില്ല, ഞാനാണ് ക്ലീൻ ചെയ്തിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ബിന്നി ഇത് സമ്മതിച്ചു കൊടുക്കുന്നില്ല, അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ വമ്പൻ അടിയാവുകയാണ്. അവിടെ അനീഷ് എണ്ണി ചോദിക്കുന്നുണ്ട് സമയം എത്രയായി, ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റ് ആയോ, അല്ലെങ്കിൽ ഇതുവരെ ചായ ഇട്ടിട്ടുണ്ടോ, ഒന്നും ഇട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് ചായ ഇട്ട് കുടിക്കാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അത് എല്ലാരും ചോദ്യം ചെയ്യുന്നുണ്ട്, അവിടെ ആൾക്കാർ കൂടുന്നുണ്ട്. അനുമോളാണെങ്കിൽ പരിസരത്തെ വരുന്നില്ല, ഷാനവാസിനോട്ട് കാണുന്നുമില്ല, ലക്ഷ്മി മാത്രം ഉണ്ട്. ഇതിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ വീഴ്ചയാണ്, അക്സെപ്റ്റ് ചെയ്ത് ലക്ഷ്മി അവസാനം പറയുന്നുണ്ട്. ഇത് ശരിക്കും ഇവരുടെ വീഴ്ച തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് കിച്ചൺ ക്ലീൻ ചെയ്തിട്ട് കിച്ചൺ ടീമിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അത് അവര് ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ബിന്നി അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിന്റെ പേരിൽ അവർ രണ്ടുപേരും നേർക്ക് നേരെ ബിന്നിയും അനീഷും തമ്മിലൊരു വമ്പൻ അടി അവിടെ പൊട്ടുന്നുണ്ട്. ഇതിലൊന്നും ഇടപെടാതെ അനീഷ് അവിടെ മേക്കപ്പ് റൂമിൽ അനുമോൾ അവിടെ മേക്കപ്പ് റൂമിൽ ഇരിക്കുന്നുണ്ട്. അനുമോൾ ഇടപെടുന്നുമില്ല. എന്നിട്ട് ഒനീലിന് എന്താ പറയാണ്, ഒനീല് ഒരു കിച്ചൺ ടീമിന്റെ ഫേവറേറ്റ് ക്യാപ്റ്റൻ ആണെന്ന് നോമിനേഷൻ വരെ വന്നു. പക്ഷെ ഇവിടെ അനുമോള് പറയുന്നുണ്ട് ശരിക്കും ഒനീൽ ഒരു ഫ്ലോപ്പ് ക്യാപ്റ്റൻ ആണെന്ന് അവിടെ അനുമോള് പറയാണ്. അത് മാത്രമല്ല ജിസേലും ഒനീലും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ബിന്നി ഈ ആഴ്ച ക്യാപ്റ്റൻ ആയ നല്ലത്, ബിന്നിക്ക് ഇമ്മ്യൂണിറ്റി പവർ ക്യാൻസലായി പോകുന്നു അവരവിടെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ അടി അവിടെ നടന്നു കഴിഞ്ഞു. ഇതിന് ശേഷമാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. എല്ലാവരും ലിവിംഗ് ഏരിയയിൽ വിളിച്ചു വരുത്തിട്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്. ഇന്ന് നമ്മുടെ വീക്ക്ലി ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ വീക്ക്ലി ടാസ്കിന് ഒരു പ്രത്യേകതയുണ്ട്, ഫാമിലി വീക്ക് ആണെന്ന് ബിഗ് ബോസ് പറയാണ്, നേരിട്ട് ഇവരോട് പറയാണ്. അത് മാത്രമല്ല ഈ ഫാമിലി വീക്കിലും 7ന്റെ പണി ഉണ്ടെന്ന് ബിഗ് ബോസ് പറയാണ്. അതായത് ഡയറക്റ്റ്ലി ഇവരെ കാണാൻ പറ്റില്ല, ഫാമിലിയെ കാണാൻ പറ്റില്ല, അതിൽ നിങ്ങൾക്ക് കുറച്ച് കടമ്പകൾ കടക്കേണ്ടി വരും. മാത്രമല്ല ബിന്നിയോട് ബിഗ് ബോസ് പറയാണ് ബിന്നിക്ക് കിട്ടിയ നൂറ ബിന്നിക്ക് തന്ന പവർ അനുസരിച്ച് ബിന്നിയുടെ ഫാമിലിക്ക് താമസിക്കാന്ന് പറയണം. അപ്പം ബിന്നിയോട് പറയുന്നുണ്ട് ബിഗ് ബോസ് നൂബിൻ വന്നിട്ടുണ്ട്, പക്ഷെ നൂബിനെ കാണണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ട്രെയിൻ ശബ്ദം കേൾക്കുമ്പോൾ ബിന്നി പോയിട്ട് റെഡി ആവുക. രണ്ടാമത്തെ ട്രെയിൻ ശബ്ദം കേൾക്കുമ്പോൾ ബിന്നി എന്ത് ചെയ്യുക, പുറത്തിറങ്ങി ഗേറ്റിന്റെ അവിടെ, അതായത് മെയിൻ ഡോറിന്റെ അവിടെ വരിക എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അപ്പം നൂബിൻ ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ വരുന്നത്, രാത്രിയാണ് വരുന്നത്. ഇതിനുശേഷം ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് ഒരു പസിൽ തന്നിട്ടുണ്ട്. ആ പസിൽ തന്നിരിക്കുന്നവർക്ക് ആരുടെ പേരുകളുണ്ടോ അവരുടെ ഫാമിലിയാണ് ഇന്ന് വരുന്നത്. അപ്പം പസിൽ തന്നിട്ടുള്ളത് നമ്മുടെ അനീഷിനെ ഷാനവാസിന്റെ പേരാണ് പസിൽ തെളിഞ്ഞ് ഇവര് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അനീഷിനെ ഷാനവാസിനെ ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുകയാണ്. ഇപ്പൊ ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ ചെന്ന് നിൽക്കുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഷാനവാസിന്റെ ഫാമിലിയാണ്. ഷാനവാസിന്റെ ഭാര്യയും മകളും ആണ് വരുന്നത്. ഇതിനുശേഷം അനീഷിന്റെ ഫാമിലി വരുന്നത്. അനീഷിന്റെ അമ്മയും അനീഷിന്റെ ബ്രദറും ആണ് വരുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അനീഷ് ആദ്യമായിട്ടൊന്ന് കരഞ്ഞു. ബിഗ് ബോസ് ഹൗസിൽ വന്നതിന് ശേഷം അനീഷ് ആദ്യമായിട്ട് കരയാണ്. അനീഷ് ഭയങ്കരമായിട്ട് വീക്കായി പോയി, ഇമോഷണലി വീക്കായി പോയി. അമ്മയെ കണ്ടതിന് ശേഷം അമ്മ വരുന്നൊട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നില്ല എന്ന് നമ്മുടെ അനീഷ് പറയാണ്. അങ്ങനെ അവർക്ക് ടാസ്ക് തുടങ്ങി. ആദ്യത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവരുടെ ഒരു ഫാമിലി ഫോട്ടോയുടെ പസിൽ കറക്റ്റ് ആയിട്ട് ചെയ്യാനാണ് ടാസ്ക് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം രണ്ടാമത്തെ ടാസ്ക് ഇവർക്കൊരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കകത്ത് തന്നിരിക്കുന്ന ടാസ്ക് എന്താണോ ആ ടാസ്ക് ചെയ്യാം. അപ്പം
ഇവരെന്ത് ചെയ്യാണ്, ആദ്യം തന്നെ പസിൽ ശരിയാക്കിയാണ്. ഇപ്പം ഷാനവാസിന്റെയും അനീഷിന്റെ ഫാമിലി പിക്സ് ആണ് അവിടെ ഉള്ളത്. അപ്പൊ ഷാനവാസിന്റെ ഫസ്റ്റ് ഫാമിലി പിക്ക് അവിടെ കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതിനുശേഷം അനീഷിന് അത് കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. എനിക്കൊന്ന് അനീഷിന്റെ കല്യാണ ഫോട്ടോ എന്തോ ആണ് കേട്ടോ ഫാമിലി പിക്കിലുള്ളത്. അങ്ങനെ അനീഷിന്റെ ഫാമിലി പിക്ക് അവിടെ കറക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഷാനവാസ് കറക്റ്റ് ചെയ്ത് ആ പസിൽ കറക്റ്റ് ചെയ്ത് വെച്ചു. ഇതിനുശേഷം ഇവർക്ക് ലെമൺ ആൻഡ് സ്പൂൺ ടാസ്ക് പോലെ 4 ഡയസ് സ്കെയിലിൽ കടിച്ച് പിടിച്ച് വെച്ച് അത് അപ്പുറത്തെ ബൗളിൽ കൊണ്ട് ഇടണം എന്നുള്ള ടാസ്ക് ആയിരുന്നു. അതില് ഷാനവാസ് ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഷാനവാസിന് അത് കിട്ടിയത്. പക്ഷെ ഇത്തിരി ടഫ് ആയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. അങ്ങനെ ഷാനവാസ് പോവാണ്. അപ്പം അനീഷ് എങ്ങനെയൊക്കെ വയ്ക്കാൻ നോക്കണം. അനീഷ് ഒരുവിധം വെച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അനീഷ് പസിൽ വെച്ചത് മതി, അടുത്ത ടാസ്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അടുത്ത ടാസ്ക് എങ്ങനെ കറക്റ്റ് ചെയ്തതിനു ശേഷം അനീഷ് അവിടെ വീഴുന്ന് പൊട്ടിക്കരയാണ് അനീഷ്. അങ്ങനെ അനീഷിന്റെ അമ്മയും സഹോദരനും വന്നിട്ട് അനീഷിന്റെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വന്ന് കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ അവര് പരസ്പരം അവരുടെ ഫാമിലി ടൈമാണ്. നല്ല രസമായിരുന്നു കേട്ടോ. ഇതിൽ സംഭവം ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റൂല. വന്ന ഫാമിലിക്ക് ഏറ്റവും ഇഷ്ടം ഒന്ന് പ്ലാച്ചിനെയാണ് ഏറ്റവും അവർക്ക് ഇഷ്ടം. അവരെ ഏറ്റവും മെയിൻ കാണുന്നത് പ്ലാച്ചി. വേറെ മറ്റാരെയും ഇപ്പൊ പറയുന്നില്ല, മറ്റാരും ഒരാളെ മാത്രം പറയുന്നത്, നെവിനെ പറയുന്നുണ്ട്. നെവിനെയും പ്ലാച്ചിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. എന്നിട്ട് അനീഷിന്റെ അമ്മ എന്ന് പറയാണ് ഞാൻ നിന്റെ ഫാനാണ്, അതാണ് നെവിനോട് പറയുന്നത്. നെവിനോട് 2-3 വട്ടം അനീഷിന്റെ അമ്മ പറയാണ് ഞാൻ നെവിന്റെ ഫാനാണെന്ന് പറയാണ്. അപ്പൊ ഇവരുടെ ഫാമിലിയെ കണ്ടു. കണ്ട കുറച്ച് മൊമെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പ്ലാച്ചിനെ അന്വേഷിക്കുന്നത്, പ്ലാച്ചിയെ പോയിട്ട് എടുക്കുന്നുണ്ട്. എന്താണ് ജിസേൻ എല്ലായിടത്തും നന്നായിട്ട് മിങ്കിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ്, ഇവരുടെ ആൾക്കാരല്ലാതെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരാണെന്ന് പറയണം. അപ്പം ഷാനവാസിന്റെ വൈഫ് പറയുന്ന അനീഷിനെയാണ്. പക്ഷെ നമ്മുടെ ഷാനവാസിന്റെ മോള് പറയുന്ന നെവിനെയാണ്. ഇതിൽ അനീഷിന്റെ ബ്രദർ പറയുന്ന ആര്യനെയും. അത് മാത്രമല്ല അനീഷിന്റെ ഉമ്മ പറയുന്നത് ഷാനവാസിനെയാണ്, അമ്മ പറയുന്നത് ഷാനവാസിനെയാണ്. അപ്പം ഇവർ ഫാമിലി തിരിച്ചു പോവാണ്. അതിനുശേഷം നോമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. നോമിനേഷനിൽ നമ്മുടെ ബിന്നി മാത്രമേ സേവ് ആവുന്നുള്ളൂ. ബിന്നി സേവ് ആവുമ്പോൾ ബിന്നിയോട് ചോദിക്കുന്നുണ്ട് ബിന്നിയുടെ ഇമ്മ്യൂണിറ്റി പവർ വേറെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുകയാണ്. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ബിന്നി പറയാണ് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല എന്ന് ബിന്നി പറയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ആ ഇമ്മ്യൂണിറ്റി പവർ ക്യാൻസലായി. അങ്ങനെ നോമിനേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ അനുമോള് ഇപ്രാവശ്യം ലക്ഷ്മിയും സാബുമാനെയാണ് നോമിനേറ്റ് ചെയ്തത്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് സെയിം പല്ലവി തന്നെയാണ്. സാബുമാനെ ലക്ഷ്മിനെയാണ് നോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോമിനേഷൻസ് എല്ലാം കഴിഞ്ഞു. ഇതിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് ഒബ്വിയസ്ലി സാബുമാനും ലക്ഷ്മിയും വന്നിട്ടുണ്ട്. അത് മാത്രമല്ല പട്ടാ ഗേൾസും വന്നിട്ടുണ്ട്. അതായത് നൂറ, ആദില, അനുമോള്, ഈ 5 പേരും വന്നിട്ടുണ്ട്. പിന്നെ ഒനീലും നെവിനും വന്നിട്ടുണ്ട്. ഈ 7 പേരാണ് ഈ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ലക്ഷ്മിക്കാണ്. ബാക്കിയുള്ളവരെല്ലാം സേവായി. അങ്ങനെ നോമിനേഷൻസ് അവിടെ കഴിഞ്ഞു. ഇതിനുശേഷം നമ്മുടെ നെക്സസിന്റെ ആ കാറിന്റെ നെക്സാന്നല്ലേ പേര്, എനിക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ടാസ്ക് വരെയാണ്. പക്ഷെ നല്ലൊരു ട്രഷർ ഹണ്ട് പോലത്തെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ആ ടാസ്കിനൊക്കെ ശേഷം ട്രെയിനിന്റെ ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ പോയിട്ട് ബിന്നി റെഡി ആവുന്നു. രണ്ടാമത്തെ ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ബിന്നി പോയിട്ട് നമ്മുടെ ഇവിടെ നിൽക്കുകയാണ്. അതായത് നമ്മുടെ മെയിൻ ഡോറിന്റെ അവിടെ നിൽക്കുകയാണ്. അപ്പം ന്യൂബിൻ വരികയാണ്. അപ്പൊ അവരുടെ മഴ പാട്ടൊക്കെ ഇട്ട് ന്യൂബിൻ വരികയാണ്. അപ്പൊ ഇവരുടെ കുറച്ച് റൊമാൻറ്റിക് മൊമെന്റ്സും ബ്ലഷിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം അകത്ത് പോകുന്നുണ്ട്. അങ്ങനെ ഇവര് വീട്ടുകാരോട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ന്യൂബിന് അനുമോളെ നേരത്തെ അറിയാം കേട്ടോ. അങ്ങനെ ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒനീലിന്റെ ബെഡാണെങ്കിൽ നെവിൻ ഇവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തു. പക്ഷെ ഒനീൽ അത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവസാനം നെവിന്റെ ബെഡ് കൊടുക്കുകയാണ്. അങ്ങനെ ഇവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനുശേഷം അവര് ബെഡിൽ കിടക്കുകയാണ്. ബെഡിൽ കിടക്കുമ്പോൾ നമ്മുടെ നെവിൻ പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണം. എടാ ഒന്ന് പോടാന്ന് നമ്മുടെ ബിന്നിയും ന്യൂബിലും എല്ലാം പറയാണ്. എന്നിട്ടാണ് നെവിൻ പോകുന്നത്. നെവിൻ മാക്സിമം അവിടെ ഇതുണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനിടയ്ക്ക് അനുമോൾ ആരും തമ്മിൽ ഒരു വഴക്കുണ്ടാവാണ്. ശരിക്കും പറഞ്ഞാൽ ആരും ചുമ്മാ ചൊറിഞ്ഞതാണ്. അനുമോൾ വൈകുന്നേരം തൊട്ട് ഭയങ്കര ഡെസ്പായിരുന്നു. അനുമോളെ മുഖം ഇഞ്ചി അടിച്ച കണക്കാണ് അനുമോളെ മുഖം വരുന്നത്. അതായത് കാറിന്റെ ടാസ്കിലും ഒക്കെ ആയിരുന്നു. പക്ഷെ ആരെയും ചുമ്മാ ചൊറിഞ്ഞതാണ്. പക്ഷെ അനുമോള് ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്ത് തിരിച്ച് അതിനെ റിയാക്ട് ചെയ്യുകയാണ് ചെയ്തത്.
ആരും ചുമ്മാ ചോദിച്ചതാ ആ ബോയ് ഫ്രണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ചതാണ്. എനിക്ക് ആരും ചുമ്മാ കളിക്ക് ചോദിച്ചതാണ്. പക്ഷെ ആ കളിക്കനും തിരിച്ചു പറഞ്ഞാൽ മതി. അനിമോൾ ഭയങ്കര ഡെസ്പായിരുന്നു ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് തൊട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇതിനിടയ്ക്ക് അനിമോള് വന്നിട്ട് മതില് പണിത് കൊടുക്കുകയാണ്. കാരണം നെവിൻ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കുന്നു എന്നും പറഞ്ഞ് മതില് പണിഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് നെവിനെ പിടിച്ചിട്ട് അനിമോളെ വെട്ടി കിടത്തുകയാണ്. അങ്ങനെ ആര്യനും ജിസേനെ വായി നോക്കാൻ വേണ്ടി പറയാണ്. ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഫാമിലി വീക്ക് 3 പേരുടെ ഫാമിലി വന്നിട്ട് ഇതിൽ ന്യൂബിന് ഒരാഴ്ചത്തേക്ക് വീട്ടിൽ താമസിക്കാം. ഫാമിലി വീക്ക് കഴിയുന്നവരെ വീട്ടിൽ തന്നെ സ്റ്റേ ചെയ്യാം. അതുപോലെ തന്നെ നോമിനേഷൻസ് വന്നിട്ടുണ്ട്. ആരായിരിക്കും ഈ ആഴ്ച പുറത്താവുക? മിക്കവാറും ഒരാളാവാൻ ആണ് ചാൻസ്. ഒരാളായിരിക്കും മിക്കവാറും ഈ വീട്ടിൽ നിന്ന് പുറത്താവാൻ ചാൻസ് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഒന്ന് സാബുമാനോ അല്ലെങ്കിൽ ഐ തിങ്ക് സാരിയനോ ഒനീലോ ഇവരാണ് ഡേഞ്ചർ സോണിൽ വരാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ റിവ്യൂല് പറയാനുള്ളത്. നമുക്ക് നോക്കാം നാളെ ആളുടെ ഫാമിലിയാണ് വരുന്നതെന്ന്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ. സോ താങ്ക് യു ഓൾ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, കാണുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മസ്റ്റാണ് കമന്റ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യുക. സോ താങ്ക് യു.